പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കരുണാമയനായ തമ്പുരാനെ, അങ്ങ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒരുപാട് വ്യക്തികൾ പല പല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ ചോദിച്ച പല അനുഗ്രഹങ്ങളും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങ് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ഭവനമില്ലാതെ വേദന അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു നല്ലൊരു ഭവനം നൽകി അങ്ങ് അനുഗ്രഹിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാതെ വേദന അനുഭവിക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് മക്കളെ നൽകി അങ്ങ് അനുഗ്രഹിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങ് ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുണ്ട്. ഇന്ന് അങ്ങയുടെ തിരുസന്നിധി ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങാണ് യഥാർത്ഥ രാജാവെന്നും അങ്ങാണ് യഥാർത്ഥ രക്ഷകനെന്നും അങ്ങാണ് ഈ ലോകത്തിലേക്ക് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കുരിശിലേറി വന്നവനെന്നും ഞങ്ങൾക്ക് വേണ്ടി പാപങ്ങളുടെ പരിഹാരമായി മരിച്ച് അടക്കപ്പെട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവെന്നും ഞങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമേ. ഇന്ന് അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എല്ലാ വൈദികർക്കും വേണ്ടിയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹമാണ് പൗരോഹിത്യമെന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈശോയുടെ തിരുമ്പിലേക്ക് എല്ലാ പുരോഹിതന്മാരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും വേല ചെയ്യുന്ന ഒരുപാട് വൈദികരുണ്ട്. ഈശോയെ, അവരൊക്കെ ജീവിതത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ. പലതും വേണ്ട എന്ന് വിചാരിച്ച് അങ്ങേ മാത്രം മുമ്പിൽ കണ്ടിട്ട് ഇറങ്ങി തിരിച്ചവർ, അങ്ങ് അവരെ വിളിച്ചപ്പോൾ ഈശോ എല്ലാം വേണ്ട എന്ന് വിചാരിച്ച് അവരും മുന്നോട്ട് വന്നവരാണ്. കർത്താവേ, അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹം എപ്പോഴും ഉണ്ടാകണമേ. ഇന്ന് അങ്ങയുടെ തിരുമ്പിൽ പ്രത്യേകമായിട്ടായിരിക്കുമ്പോൾ ഞങ്ങൾ ധ്യാനിക്കുക അത് പരിശുദ്ധ അമ്മയെ പറ്റിയാണ്. നമ്മുടെ ആത്മീയമായിട്ടുള്ള അമ്മയെ പറ്റി. അമ്മ എന്ന വാക്കിൽ തന്നെ സ്നേഹവും കരുതലും ആശ്വാസവും സുരക്ഷിതത്വവും ഉണ്ട്. ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ വേദനകളിലും ആശയക്കുഴപ്പങ്ങളിലും ഭയങ്ങളിലും നമുക്ക് ഓടിച്ചെല്ലാൻ കഴിയുന്ന അമ്മ അത് പരിശുദ്ധ കന്യകാമറിയമാണ്. കാൽവരിയിൽ യേശു കുരിശിൽ കിടക്കുമ്പോൾ അവിടുന്ന് തൻ്റെ അമ്മയോടും അരികിൽ നിന്നിരുന്ന ശിഷ്യനോടും പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ എന്നും ഇതാ നിൻ്റെ മകനെന്നും. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഒരു വ്യക്തിക്ക് മാത്രം നൽകുന്ന വാക്കല്ലെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ പ്രിയ ശിഷ്യനിൽ നമ്മെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ കുരിശിൻ്റെ ചുവട്ടിൽ യേശു തൻ്റെ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് നൽകുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആത്മവിശ്വാസത്തോടെ പറയാം, അമ്മേ, നീയും എൻ്റെ അമ്മയാണെന്ന്. മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം തന്നെ ഒരു വലിയ യെസ് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമായി മനസ്സിലാക്കാതിരുന്നിട്ടും മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്.
മറിയത്തിൻ്റെ ആ അതേ എന്ന വഴിയാണ് ലോകരക്ഷകനായ യേശുവിന് ലോകത്തിലേക്ക് വരാനുള്ള വഴി തുറന്നത്. നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാകണമെന്നില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. എന്നാൽ നമ്മളെപ്പോഴും കർത്താവിൽ വിശ്വാസം അർപ്പിക്കണം. എല്ലാം മനസ്സിലായതിനു ശേഷം ദൈവത്തിൽ വിശ്വസിക്കുകയല്ല, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. മറിയം ബത്ലഹേമിലെ പുൽക്കൂട്ടിനരികെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ബാല്യകാലത്തും ഉണ്ടായിരുന്നു. കാൽവരിയിലെ കുരിശിൻ ചുവട്ടിലും ഉണ്ടായിരുന്നു. അവൾ യേശുവിൻ്റെ സന്തോഷത്തിലും വേദനയിലും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദുഃഖത്തിലും അമ്മ നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട് എന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. നമ്മൾ കരയുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മെ മറക്കുന്നില്ല. നമ്മൾ തളരുമ്പോൾ അമ്മ നമ്മെ യേശുവിൻ്റെ അടുക്കിലേക്ക് നയിക്കും. കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ മറിയം യേശുവിനോട് കാര്യം പറഞ്ഞു. പിന്നീട് അവൾ ശുശ്രൂഷകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിനെന്ന്. ഇന്ന് ഈ ദിവ്യകാരുണ്യ സന്നിധി നമ്മളായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്കും യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്കും പ്രാർത്ഥിക്കാം. യേശുവേ, നീ കുരിശിൽ നിന്നും എനിക്ക് നൽകിയ അമ്മയെ ഞാൻ സ്വീകരിക്കുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ ആത്മീയ അമ്മയായി എന്നെ നയിക്കണമേ. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വീഴുമ്പോൾ എന്നെ ഉയർത്തണമേ. ഞാൻ വഴിതെറ്റുമ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് നയിക്കണമേ. ഞാൻ കരയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കണമേ. എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും യേശുവിന് സമർപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. നമുക്കും യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ തിരുവചനം, ഇതാ നിൻ്റെ അമ്മ, ഈ വചനം എന്ന് നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. പരിശുദ്ധ അമ്മ എന്നും എൻ്റെ അമ്മയാണ് എന്ന പൂർണ്ണമായ ആ ഹൃദയവിചാരം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് മറക്കാതിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.